നമ്മൾ ഇപ്പോൾ ജർമ്മനിയിലാണ്. ജർമ്മനിയിലെ മ്യൂണിക്കിൽ. ഇത് മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസം രാവിലെ തന്നെ ഞാൻ ഉണർന്നെഴുന്നേറ്റ് ഹെൽവെറ്റിയ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. ഹെൽവെറ്റിയ ഹോട്ടലിൻ്റെ മുമ്പിലുള്ള തെരുവ് നേരം വെളുക്കുമ്പം നിർജ്ജീവമാണ്, ഒരു മനുഷ്യരില്ല. പക്ഷേ പാതിരാത്രി കഴിയുന്നിടം വരെ നല്ല ബഹളമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അവിടുത്തെ ഒരു അഡൽട്ട് സ്ട്രീറ്റാണ് ശരിക്കും പറഞ്ഞത്. ഇന്ന് ആൽപ്സ് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോകണം. ആൽപ്സ് പർവ്വതത്തിലെ മനോഹരമായ ചില സ്ഥലങ്ങൾ കാണാൻ പോകണം. അപ്പോൾ ഇന്ന് ഒരു ദീർഘമായൊരു യാത്രയാണ്, ഒരു ബസ്സിലാണ്. ഇന്നലെ ഞാനും ബിനുവും കൂടെ ദഹാവുവിലെ കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കെ കണ്ട് തിരിച്ച് നഗരത്തിലേക്ക് വന്നിട്ട് വൈകുന്നേരം വീണ്ടും നഗരത്തിലെ കാഴ്ചകളിലൂടെ, മരിയൻ പ്ലറ്റ്സിലൂടെ, ഓൾഡ് സിറ്റിയിലൂടെ ഒക്കെ കറങ്ങാൻ പോയി. അങ്ങനെ കറങ്ങുമ്പോഴാണ് ഇങ്ങനൊരു ബസ് ടൂറിൻ്റെ വിവരം കിട്ടുന്നത്. അപ്പോൾ തന്നെ ബുക്ക് ചെയ്തു. അവിടുത്തെ സുപ്രീം കോടതിയുടെ മുമ്പിൽ വെളുപ്പിന് പോയി കാത്തു നിൽക്കണമെന്നാണ് അതിൽ വിവരം. അവിടെ നിന്ന് ഒരു ബസ് പുറപ്പെടുന്നുണ്ട്. പനോരമ ടൂർ എന്ന് പറയുന്ന ടൂർ കമ്പനിയുടെ ഒരു ബസ് വരും. അതിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഞാൻ മാപ്പ് നോക്കി നടന്ന് കോടതി കെട്ടിടത്തിൻ്റെ മുമ്പിലെത്തി. അങ്ങനെ കാത്തു നിൽക്കുമ്പോഴത്തേക്കും പല ബസ്സുകൾ വരുന്നിട്ടുണ്ട്. ഒന്നിന് പുറകെ ഒന്നായി പല ബസ്സുകൾ കിടക്കുന്നുണ്ട്. അതിലേക്കൊക്കെ ആളുകൾ ചെന്ന് കയറുന്നുണ്ട്. അപ്പോൾ ഈ മ്യൂണിക് സിറ്റിയിൽ നിന്ന് നഗരത്തിന് പുറത്തേക്ക്, അല്ലെങ്കിൽ ജർമ്മനിയുടെ പല ഭാഗങ്ങളിലേക്കുള്ള വൺ ഡേ ടൂറുകൾ പലതും പുറപ്പെടുന്നത് ഇവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നിൽക്കുമ്പോൾ പനോരമ ടൂർസ് എന്ന് പറയുന്ന ബോർഡ് വെച്ച ഒരു ബസ് വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് അന്ന് ഒരു 55 വയസ്സുള്ള ഒരു സ്ത്രീ ഇറങ്ങി വന്നു. ഞാൻ എൻ്റെ ടിക്കറ്റ് വൗച്ചറുമായിട്ട് ചെല്ലുന്നു. വൗച്ചർ കണ്ടിട്ട് എന്നെ അകത്തേക്ക് കയറ്റിവിട്ടു. ഞാനകത്ത് കയറിയിരുന്നു. അപ്പോൾ ഏതാനും ആളുകൾ അതിനകത്തുണ്ട്. ഞങ്ങൾ പയ്യെ യാത്രയാവുകയാണ്. ഈ നഗരത്തിൻ്റെ പുറത്തേക്ക് എത്തിക്കഴിയുമ്പം മനോഹരമായ കാഴ്ചയാണ്. അപ്പോഴത്തേക്കും പയ്യെ വെയിൽ ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങി, സൂര്യനെ കണ്ടു തുടങ്ങി. സുന്ദരമായ കാഴ്ചകളാണ്. വെയിലിങ്ങനെ ചെരിഞ്ഞു വീഴുന്ന പ്രഭാതത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ്. കൃഷിയിടങ്ങളാണ്, ചോളത്തിൻ്റെ വയലുകൾ, കുറേ ചെന്ന് കഴിയുമ്പോൾ ചെറിയ ഗ്രാമങ്ങൾ. ഈ ഗ്രാമം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് അകലെ നിന്ന് തന്നെ കൂർത്ത മേൽക്കൂരയോട് കൂടിയ ഒരു പള്ളിഗോപുരം കാണാം. ഈ പള്ളിഗോപുരങ്ങൾ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ മറ്റ് പല നാട്ടിലെ, യൂറോപ്പിലെ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ കണ്ട തരത്തിലുള്ള പള്ളിയല്ല. ഒരു കിഴക്കൻ ഓർത്തഡോക്സ് പള്ളികളുടെയൊക്കെ സ്വഭാവമുള്ള ഒരു പ്രത്യേക രീതിയിൽ ഉരുളൻ ഗോപുരം, ഒരു താഴേക്കുടവും അതിന് മുകളിലേക്ക് കൂർത്തു നിൽക്കുന്ന മേൽക്കൂരയൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക ശൈലിയിലുള്ള കെട്ടിടമാണ് ഈ ബവേറിയൻ മേഖലയെ നമ്മൾ കൂടുതൽ കാണുന്നത്. അതിങ്ങനെ ഓരോ ഗ്രാമത്തിൻ്റെ അടയാള ഗോപുരം പോലെ പള്ളി നടുക്ക് കാണും. അടുത്ത് ചെല്ലുമ്പോഴാണ് ചുറ്റുമുള്ള ഗ്രാമമൊക്കെ നമ്മൾ കാണുന്നത്. ചുറ്റുമുള്ള ഗ്രാമം എന്ന് പറഞ്ഞാൽ അടുത്തടുത്തടുത്ത് കുറേ കെട്ടിടങ്ങളാണ്. എല്ലാം ഓടിട്ട കൂർത്ത മേൽക്കൂരയോട് കൂടിയ കെട്ടിടങ്ങൾ. കോൺക്രീറ്റിൻ്റെ ഫ്ലാറ്റ് മേൽക്കൂരയുള്ള ഒരു കെട്ടിടവും നമ്മൾ കാണില്ല. ഈ ഗ്രാമങ്ങളൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ യാത്രയെ തന്നെ പറ്റുമെങ്കിൽ അത്തരം ഒരു ഗ്രാമത്തിൽ താമസിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയിടങ്ങൾ, പുൽമേടുകൾ, അത് കഴിഞ്ഞ് വീണ്ടും ഗ്രാമങ്ങൾ, പിന്നെയും കൃഷിയിടങ്ങൾ. ഈ കൃഷിയില്ലാത്ത സ്ഥലങ്ങളെല്ലാം പുൽമേടുകളാക്കിയിട്ടിരിക്കുന്നു. ഗംഭീരമായ ഹൈവേ ആണ്. 6 വരിയുള്ള പാതയാണ് പലയിടത്തും. അങ്ങനെ നമ്മൾ ബസ് അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്ലസൻ്റാണ്. ഈ ജർമ്മനിയുടെ ഉൾഗ്രാമങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഈ ബവേറിയൻ പ്രദേശത്തൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളിതൊരു ഭൂമി തന്നെയാണ്. ഇത്രയും സുന്ദരമായ പ്രദേശങ്ങൾ, ഇത്ര സുന്ദരമായ നാടുകൾ ലോകത്തുണ്ടോ എന്നൊക്കെ അത്ഭുതം തോന്നും. അതിനകത്ത് പ്രകൃതി മാത്രം ഉണ്ടാക്കിയിട്ടതല്ല ഈ സൗന്ദര്യം. പ്രകൃതി കാലാവസ്ഥയെ കൊടുത്തു, അവിടുത്തെ ഒരു ഭൂപ്രകൃതി കൊടുത്തു, ശരിയാണ്. പക്ഷേ ഈ പുൽമേടുകൾ, കൃഷിയിടങ്ങൾ, സുന്ദരമായ ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളുടെ ഇന്നത്തെ ആ പുരാതന ഭാവത്തിൽ നിലനിർത്തുന്ന അവസ്ഥ, ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. മനുഷ്യൻ ചിട്ട കൊണ്ട്, സിസ്റ്റം കൊണ്ട്, നിയമം കൊണ്ട്, ആ നിയമം അനുസരിക്കുന്നതിലൂടെ ഒക്കെ സൃഷ്ടിച്ചെടുത്തതാണ് ഈ ഗ്രാമങ്ങൾ. അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലൻഡിലെയും ജർമ്മനിയെയും ഒക്കെ ഗംഭീരമെന്ന് വിളിക്കുമ്പോൾ, അതിമനോഹരമെന്ന് വിളിക്കുമ്പോൾ, നമ്മുടെ നാട് അങ്ങനെ ആവുന്നില്ലെങ്കിൽ പ്രകൃതി നമുക്കെല്ലാം തന്നു. നല്ല കാലാവസ്ഥ, നല്ല ഭൂപ്രകൃതി, ധാരാളം വനങ്ങൾ, വൃക്ഷസമ്പത്ത്, എന്തും വളരുന്ന ഭൂപ്രകൃതി, ഇതെല്ലാം തന്നു. പക്ഷേ അത് വൃത്തിയാക്കിയിടാത്തത്, അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണത്തിനൊരു ചിട്ടയില്ലാത്തത്, ചട്ടമില്ലാത്തത്, അതിന് സൗന്ദര്യബോധമില്ലാത്തത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അത് നമ്മുടെ മാത്രം കുഴപ്പമാണ്. വൃത്തിയായി പരിപാലിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു നഗരത്തിലൂടെ സൗന്ദര്യവൽക്കരിക്കാൻ വേണ്ടതൊന്നും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മുടെ മാത്രം കുഴപ്പമാണ്. അപ്പം മനുഷ്യരുടെ ബുദ്ധി, സൗന്ദര്യബോധം, പ്രകൃതിബോധം, സാംസ്കാരിക ബോധം, പൗരബോധം, ഇതെല്ലാമാണ് ഒരു നാടിനെ നല്ലതോ ചീത്തയോ ആക്കുന്നതെന്ന് നമ്മൾ ഈ യാത്രകളിലൂടെ പഠിക്കുകയാണ്. അങ്ങനെ കുറേ ദൂരം കൂടി ഓടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഹൈവേയിൽ നിന്ന് മലമ്പാതയിലേക്ക് കയറുകയാണ്. മലമ്പാത എന്ന് പറഞ്ഞാൽ അസൗകര്യങ്ങളുള്ളൊരു യാത്ര എന്നല്ല അതിനർത്ഥം. ഈ 6 വരിയിൽ നിന്ന് അത് 2 വരിയായിട്ട് ചുരുങ്ങി എന്ന് മാത്രമല്ല, കുറച്ചുകൂടെ വളവുകളും തിരിവുകളും കയറ്റമൊക്കെ ഉള്ളൊരു പാതയിലേക്ക് കയറി. നമുക്ക് അങ്ങ് അകലെ
മഞ്ഞു മൂടിയ ആൽപ്സിൻ്റെ കൊടുമുടികൾ കാണാമെന്നായി. നമ്മൾ അങ്ങോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മലമ്പാതയിലൂടെ യാത്ര ചെയ്യുമ്പം കുറേയും കൂടെ സുന്ദരമായി. ഗ്രാമങ്ങളുണ്ട് അവിടെയും, അത് കുറേയും കൂടെ സുന്ദരമാണ്. വീടുകൾ, മരം കൊണ്ടുള്ള വീടുകൾ, 2 നിലയുള്ള വീടുകളിൽ താഴത്തെ നില കല്ലോ മറ്റോ കെട്ടി വെള്ള നിറത്തിലുള്ള പെയിൻ്റ് അടിച്ച ഭിത്തി, അതിന് മുകളിലത്തെ നില മരം കൊണ്ട് പണിത ചുവരുകളും മേൽക്കൂരയും ഒക്കെയുള്ള മനോഹരമായ വീടുകൾ. ഈ വീടുകളുടെ ജാലകങ്ങളിലും ബാൽക്കണിയിലുമൊക്കെ പൂത്തൊലഞ്ഞ ചെടികൾ, അതായത് പല വർണ്ണത്തിലുള്ള ചെടികൾ പൂത്തൊലഞ്ഞ് നിൽക്കുന്നു. അതിങ്ങനെ നിൽക്കുന്നതും അതിൻ്റെ താഴെ പശുക്കൾക്ക് വേണ്ടിയുള്ള ഒരു തൊഴുത്തുണ്ടാവും, കന്നുകാലി തൊഴുത്ത്. അത് നമ്മുടെ നാട്ടിലേതുപോലത്തെ ഒരു കന്നുകാലി തൊഴുത്തല്ല, പലതും ഈ വീടിനോട് ചേർന്ന് തന്നെയാണ്. അതും ഇതുപോലെ തന്നെ മരം കൊണ്ട് പണിത സുന്ദരമായൊരു കെട്ടിടമായിരിക്കും. വീണ്ടും യാത്ര ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളിൽ ചെറിയ ചെറിയ ഫാക്ടറികൾ കാണാം. ചിലത് ബിയർ ബ്രൂവറികളാണ്, ബിയർ ഉണ്ടാക്കുന്ന ചില ബ്രൂവറികൾ. ചിലയിടത്ത് വിറകട്ടിയിട്ട് വെച്ചിരിക്കുന്നു ചില ഭാഗങ്ങളിൽ, മറ്റു ചിലയിടത്ത് പുല്ല് ഉരുട്ടി 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 ഉരുളകളാക്കി വെച്ചിരിക്കുന്നു. ഇങ്ങനെ അവിടെയെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, നിർമ്മാണം നടക്കുന്നുണ്ട്, ഉൽപ്പാദനം നടക്കുന്നുണ്ട്. വീണ്ടും ഇങ്ങനെ ഓടുകയാണ്, മല കയറി കയറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ചെറിയ തടാകങ്ങൾ വരും, ഇടയ്ക്ക് നദികൾ ഒഴുകുന്ന കാണാം. മുകളിലേക്ക് കയറും തോറും പ്രകൃതിയുടെ സൗന്ദര്യം കൂടിക്കൂടി വരികയാണ്. അതിവിശാലമായ പുൽമേടുകളാണ് കുറേ ദൂരം നമ്മൾ കാണുന്നത്. ആ പുൽമേടുകളുടെ അങ്ങേ അതിരെന്ന് പറയുന്നത് മഞ്ഞ് മൂടിയ പർവ്വതങ്ങളാണ്. അങ്ങകലെയുള്ള മഞ്ഞ് മൂടിയ പർവ്വതങ്ങളുടെ ചെരുവ് വരെ പുൽമേടുകളാണ്. ഈ പുൽമേടുകളിൽ നല്ല മെഴുത്ത പശുക്കൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന കാണാം. ആ പശുക്കൾക്ക് തന്നെ ഒരഴകാണ് കാണാൻ. അതുപോലെ തന്നെ ഈ പുൽമേടുകൾ ഇങ്ങനെ സംരക്ഷിക്കണമെന്നുള്ള നിയമമാണ് അവിടെ. പുൽമേടുകൾ കാട് പിടിച്ച് കിടക്കാൻ പാടില്ല, പുല്ല് വെട്ടി ഒരുക്കിയിരിക്കണം. ആ പുല്ലിനൊരു നിശ്ചിത ഉയരത്തിൽ പുല്ല് വെട്ടി ഒരുക്കി സംരക്ഷിച്ചിരിക്കണം. ഈ പുല്ല് വെറും പുല്ലല്ല, പുല്ല് വരുമാന സ്രോതസ്സും കൂടിയാണ് ഇവർക്ക്. ഈ പുല്ലിൽ നിന്ന് പശുക്കൾക്കുള്ള പലതരം ഭക്ഷ്യവസ്തുക്കൾക്ക് പുറമെ മറ്റു ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഫൈബർ ബേസ്ഡ് ആയിട്ടുള്ള പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ വീടുകൾ നിർമ്മിക്കുമ്പോഴും ചില നിയമങ്ങളുണ്ട് ഓരോ പ്രദേശത്തും. ആ പ്രദേശത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിനനുസരിച്ച് ഓരോ ലോക്കൽ ഭരണകൂടവും നിയമങ്ങളുണ്ടാക്കും. അവിടുത്തെ വീടുകൾ എങ്ങനെയായിരിക്കണം. നിങ്ങളൊരു പുതിയ വീട് പണിയുമ്പോഴും ആ പാരമ്പര്യ തനിമയോടെ വേണം ആ ഗ്രാമത്തിൽ വീട് പണിയാൻ. നിങ്ങളുടെ കാശ് മുടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ കെട്ടിടം പണിയാൻ പറ്റില്ല. കോൺക്രീറ്റിൻ്റെ ചതുരപ്പെട്ടി പോലെ ഒന്ന്, അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്ത ഒന്ന് ഞാൻ എൻ്റെ പറമ്പിൽ എനിക്കിഷ്ടമുള്ള കാശ് കൊണ്ട് മുടക്കുന്നു എന്ന് പറഞ്ഞ് പണിയാൻ പറ്റില്ല. അവിടെയൊക്കെ കർശനമായ നിയമങ്ങളുണ്ട്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലും ജർമ്മനിയിലും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഗ്രാമങ്ങളും വീടുകളും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗം പോലെ ഒരു സാംസ്കാരിക പ്രതീകം പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവിടെ ബോധമുള്ള ഭരണാധികാരികളും ബോധമുള്ള ആർക്കിടെക്റ്റുകളും കലാകാരന്മാരും കൂടെ ചേർന്ന് ആ ഗ്രാമത്തിന് അല്ലെങ്കിൽ ആ നാടിന് ഏത് തരം ശൈലിയിലുള്ള കെട്ടിടമാണ് വേണ്ടതെന്നും അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ് ലാൻഡ്സ്കേപ്പ് ചെയ്യേണ്ടതെന്നും ഒരു നിയമം ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നിയമം അനുസരിച്ച് മാത്രമേ അവിടെ വന്ന് താമസിക്കുന്നവർക്കൊക്കെ വീട് പണിയാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഓരോ ഗ്രാമത്തിനും പാരമ്പര്യം അനുസരിച്ച്, അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേകത അനുസരിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് മൂന്നാർ, സഹ്യപർവ്വതത്തിൻ്റെ മലഞ്ചെരിവുകളിലെ മൂന്നാർ പോലുള്ള സ്ഥലം, അല്ലെങ്കിൽ വാഗമൺ പോലുള്ള സ്ഥലം, അല്ലെങ്കിൽ വയനാട് പോലുള്ള സ്ഥലം, അവിടെ ഭൂപ്രകൃതി എങ്ങനെയാണ്, പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട് ഏതൊക്കെ സ്ഥലമാണ് കൃഷിക്ക് പറ്റുന്നത്, അവിടെ ഏതൊക്കെ കൃഷിയാണ് ചെയ്യേണ്ടത്, അതിന് നടുക്ക് വീട് വെച്ചാൽ ആ വീടിന് ഏതായിരിക്കണം ഷേപ്പ്. മൂന്നാറിലാണെങ്കിൽ കൊളോണിയൽ കാലഘട്ടത്തിലേതുപോലെ കല്ലും മോടിൽ ഓടും പതിച്ച തരം വീടുകൾ വേണം. ഇപ്പോൾ മൂന്നാറിലൊരു CSI പള്ളിയൊക്കെ ഉണ്ട്. ആ പള്ളിയുടെയൊക്കെ ഒരു ശൈലിയാണ് ശരിക്കും പറഞ്ഞാൽ മൂന്നാറിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന നിർമ്മിതി. ആ ശൈലി തന്നെ ആയിരിക്കണം മൂന്നാറിൽ പണിയുന്ന എല്ലാ കെട്ടിടവും എന്ന് 1950കളിലും 60കളിലും നമ്മളൊരു നിയമം പാസ്സാക്കിയിരുന്നിരിക്കട്ടെ. മൂന്നാറിൽ പണിയുന്ന കെട്ടിടങ്ങളെല്ലാം അവിടെ ആ CSI പള്ളിയുടെ കല്ലുകൊണ്ട് കെട്ടിയ എക്സ്പോസ്ഡ് സ്റ്റോൺ കൊണ്ട് കെട്ടിയ ആ മട്ടിൽ അല്ലെ അതുപോലത്തെ റൂഫും ഒക്കെ ഇട്ട കെട്ടിടങ്ങളായിരിക്കണം മൂന്നാറിലെ എല്ലാ കെട്ടിടങ്ങളും എന്ന് 1950കളിലോ 60കളിലോ നമ്മളൊരു നിയമം ഉണ്ടാക്കിയിരുന്നിരിക്കട്ടെ. ഇന്ന് മൂന്നാറിലെ കെട്ടിടങ്ങളെല്ലാം ആ മട്ടിലായിരുന്നേനെ, ആ ശൈലിയിലായിരുന്നേനെ. അവിടുത്തെ പുൽമേടുകൾ എങ്ങനെ സംരക്ഷിക്കണമെന്നും അവിടുത്തെ തോട്ടിൽ നിന്ന് അല്ലെങ്കിൽ നദിയിൽ നിന്ന് എത്ര അകലം പാലിച്ചായിരിക്കണം കെട്ടിടങ്ങൾ പണിയേണ്ടതെന്നും ആ കെട്ടിടങ്ങളിൽ നിന്ന് മാലിന്യം എങ്ങോട്ടാണ് വിടേണ്ടതെന്നും ഒക്കെ അന്നൊരു നിയമം ഉണ്ടാക്കുകയും ആ നിയമം കർശനമായിട്ട് പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ മൂന്നാറും ഒരു സ്വിറ്റ്സർലൻഡ് പോലെ തന്നെ ആയേനെ. വൃത്തികെട്ട, സൗന്ദര്യമില്ലാത്ത, മാലിന്യം നിറഞ്ഞ ഒരു നഗരമായിട്ട് ഇന്നത്തെ പോലെ അത് മാറില്ലായിരുന്നു. അപ്പോൾ ഇനിയും നമുക്ക് അത്തരത്തിലുള്ള പല നഗര സൗന്ദര്യവൽക്കരണത്തിന് ഒരു സംവിധാനം വേണം, ഗ്രാമ സൗന്ദര്യവൽക്കരണത്തിനൊരു സംവിധാനം വേണം. കേരള സംസ്ഥാനത്തെ മൊത്തം സൗന്ദര്യവൽക്കരിക്കുന്നതിനും മാലിന്യമുക്തമാക്കുന്നതിനും സാംസ്കാരിക ഔന്നത്യത്തെ നിലനിർത്തുന്നതിനും വേണ്ടി സത്യത്തിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വേണം. അഴിമതിക്ക് വേണ്ടി ഒരു പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതല്ല, അതിന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരു ഭരണ സംവിധാനം വേണം, കലാകാരന്മാർ വേണം. ഈ അടുത്ത കാലത്ത് എന്നോടൊരു ടൗൺ പ്ലാനർ വിളിച്ചിട്ടൊരു പരാതി പറഞ്ഞു, സാർ ഒന്ന് ഇടപെടണം. അതായത് കേരളത്തിലെ ടൗൺ പ്ലാനർമാരെ നിയമിക്കാൻ വേണ്ടി അപേക്ഷകൾ ക്ഷണിച്ചു.
അപേക്ഷകൾ ക്ഷണിച്ചപ്പോൾ അതിനകത്തെ ഒരു വ്യവസ്ഥ എന്തെന്നറിയോ, അല്ലെങ്കിൽ ഇപ്പോൾ അവർ ചെയ്യുന്നതെന്നറിയോ, ടൗൺ പ്ലാനർമാരായി പരിശീലനം നേടിയ പരീക്ഷ വിജയിച്ച അല്ലെങ്കിൽ അതിൽ ക്വാളിഫൈഡ് ആയ ആളുകളെ അല്ല എടുക്കുന്നത് മുഴുവൻ സിവിൽ എഞ്ചിനീയർമാരെയാണ്. അതായത് സ്ട്രക്ചറൽ വർക്കുകൾ തീരുമാനിക്കുന്ന ആളുകളെയാണ് നഗര പ്ലാനിങ്ങിന് എടുത്തിരിക്കുന്നത്. ഇതിപ്പരം നമ്മുടെ നഗരാസൂത്രണം പാളാൻ വല്ല കാര്യം വേണോ? നഗരാസൂത്രണം പഠിച്ച ആളെ കൊണ്ട് നഗരം പ്ലാൻ ചെയ്യിക്കാതെ സിവിൽ എഞ്ചിനീയറെ കൊണ്ട് ഇത് പ്ലാൻ ചെയ്യിച്ചാൽ എങ്ങനെയിരിക്കും? സിവിൽ എഞ്ചിനീയർ നമ്മുടെ ഒരു വീട് ഡിസൈൻ ചെയ്തത് എങ്ങനെയിരിക്കും? സിവിൽ എഞ്ചിനീയറും ആർക്കിടെക്റ്റും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാൻ ഇന്നത്തെ സമൂഹത്തിനായിട്ടില്ലെങ്കിൽ, ഇന്നത്തെ ഭരണാധികാരികൾക്ക് കഴിയില്ലെങ്കിൽ നമ്മളെ നാട് എന്ന് നന്നാവാനാണ്? എന്താണ് ഒരു ആർക്കിടെക്റ്റ്, ആരാണ് ഒരു ആർക്കിടെക്റ്റ്, ആരാണ് ഒരു സിവിൽ എഞ്ചിനീയർ, ആരാണ് ഒരു ടൗൺ പ്ലാനർ, ഇതുപോലും തിരിച്ചറിയാൻ നമ്മുടെ സംവിധാനത്തിന് കഴിവില്ല എന്നുള്ള അവസ്ഥയിലാണ് ഈ ഏറ്റവും പുരോഗതി പ്രാപിച്ച ലോകത്തിന് മാതൃകയായെന്ന് പറയുന്ന നമ്മുടെ കേരളം ഇന്നും. ഞാൻ ഈ കേരളത്തെ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല. ഇവിടെ നിന്ന് മാത്രം ജീവിക്കുകയും ഈ നാടിൻ്റെ സൗകര്യങ്ങൾക്കപ്പുറം മറ്റൊന്നും കാണാത്ത ഒരാൾക്ക് ഇവിടെ സ്വർഗം തന്നെയായിരിക്കാം. ഇവിടെ കുറ്റം പറയാൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നിരന്തരം യാത്ര ചെയ്യുകയും സമാനമായ സാഹചര്യങ്ങളിൽ മറ്റു നാടുകൾ വളരുകയും ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊക്കെ ഇതിനേക്കാൾ എത്രയോ ഭംഗിയായിട്ട്, ഇതിനേക്കാൾ എത്രയോ കൂടുതൽ ഗംഭീരമായിട്ട് വളർത്താമായിരുന്നു കേരളത്തിൻ്റെ സാഹചര്യങ്ങളെന്ന് തിരിച്ചറിയുമ്പോഴാണ്. അല്ലാതെ സമ്പത്ത് കൊണ്ട് മാത്രമല്ല, ബുദ്ധി കൊണ്ട്, ക്രിയേറ്റിവിറ്റി കൊണ്ട്, ഭാവന കൊണ്ടാണ് വളർത്തുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. നമുക്ക് ജർമ്മനിയുടെ അത്രയും പണമില്ലായിരിക്കാം. പക്ഷേ എന്തിനാ ജർമ്മനി? നമുക്ക് ഫിജി എന്ന് പറയുന്ന ഒരു ദരിദ്ര രാജ്യത്തെ മാതൃകയാക്കിക്കൂടെ? ഫിജി എന്ന് പറയുന്ന പസഫിക്കിലെ ഒരു ചെറിയ ദരിദ്ര രാജ്യം എങ്ങനെയാണ് അവരുടെ ഗ്രാമങ്ങളെ സംരക്ഷിക്കുന്നത്, വഴിയോരങ്ങളെ വെട്ടിയൊരുക്കുന്നത്, ബാനറും പോസ്റ്ററും ഒന്നുമില്ലാതെ സുന്ദരമായി നഗരങ്ങളെയും ഗ്രാമങ്ങളെ സംരക്ഷിക്കുന്നത്, പൈതൃകം സംരക്ഷിക്കുന്ന ഗ്രാമങ്ങളെ എങ്ങനെയാണ് നിലനിർത്തുന്നത് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഫിജി എന്ന് പറയുന്ന ഒരു കൊച്ചു ദ്വീപ് രാഷ്ട്രം, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴി കിടക്കുന്നൊരു രാഷ്ട്രം, ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ ഉണ്ടാക്കി സിസ്റ്റം കൊണ്ട് എത്ര ഗംഭീരമാക്കി നിൽക്കുമ്പോൾ ദയവ് ഇത് തർക്കിക്കാൻ വരരുത്, കാശില്ലാത്തതുകൊണ്ടാണ് കേരളം നന്നാകാത്തതെന്ന്. നമ്മുടെ മനോഭാവം, ഈ പറഞ്ഞ മാറ്റങ്ങൾക്ക് വേണ്ടി അഭിപ്രായം പറയുന്നവരെ പോലും പരിഹസിക്കുന്ന മനോഭാവമാണെങ്കിൽ എന്ന് നന്നാവാനാണ്. ഏതായാലും വീണ്ടും കുറേ ദൂരം കൂടി ഓടി നമ്മളുടെ ആദ്യത്തെ ഒരു സ്റ്റോപ്പിലേക്ക് എത്തുകയാണ്. ആൽപ്സ് പർവ്വതത്തിലെ ഒരു പട്ടണമായ ബച്ചസ് ഗാർഡനിലേക്കാണ് നമ്മൾ എത്തുന്നത്. ബച്ചസ് ഗാർഡനിൽ എത്തുമ്പോഴത്തേക്കും ഗൈഡ് പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് 1 മണിക്കൂർ സമയമുണ്ട്, ഇവിടെ പല കാഴ്ചകളിലേക്ക് പോകണം. ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശസ്തമായ ഒരു പള്ളിയുണ്ട്, ചരിത്രപ്രസിദ്ധമായ പള്ളിയാണ്. അതിൻ്റെ സിമിറ്ററി നിങ്ങൾക്ക് കയറിയെന്ന് കാണാം. പിന്നെ വീണ്ടും മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മാർക്കറ്റുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിരവധി സുവനീർ ഷോപ്പുകളുണ്ട്. ഇവിടെ അതിമനോഹരങ്ങളായ നിരവധി റെസ്റ്റോറൻറ്റുകളുണ്ട്, നിരവധി ബേക്കറികളുണ്ട്, കോഫി ഷോപ്പുകളുണ്ട്. അവിടെയൊക്കെ കയറി ഒരു കാപ്പി കുടിക്കാം, ഭക്ഷണം കഴിക്കാം. പിന്നെ ഈ താഴെ നേരെ മുമ്പിൽ നിങ്ങൾ കാണുന്നൊരു നദി ഒഴുകുന്നുണ്ട്. ആ നദീതീരത്തൂടെ നടക്കാം. അതിമനോഹരമായ പ്രൊമനേഡാണ്. ഇതെല്ലാം കഴിഞ്ഞ് കൃത്യം 1 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളിവിടെ വരണം. ഞങ്ങളെല്ലാം ബസ്സിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇവർ പറഞ്ഞ വഴിയിലൂടെ തന്നെ നടന്നു. അവിടെ മനോഹരമായ പുരാതനമായൊരു പള്ളിയുണ്ട്. ഇവിടുത്തെ പള്ളികളൊക്കെ ഒരു 300-400 കൊല്ലത്തെ പഴക്കമുള്ളതാണ്. അതിമനോഹരമായി സംരക്ഷിച്ചിരിക്കുന്നു. ആ പള്ളിക്കകത്തേക്കാൾ ആ പള്ളിയുടെ സമീപമുള്ള സിമിത്തേരിയാണ് എനിക്കിഷ്ടപ്പെട്ടത്. എത്രയോ തലമുറകളായ ആളുകളെ സംസ്കരിച്ചിരിക്കുന്ന സിമിത്തേരി. കല്ലുകൊണ്ടുള്ള ഒരു കുരിശും അതിൻ്റെ ചുവട്ടിൽ വളർന്നു നിൽക്കുന്ന പൂച്ചെടികൾ, അതെല്ലാം പൂക്കൾ. ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ചെടിക്കും പൂക്കളുണ്ടാകുമെന്ന് നമ്മൾ സംശയിച്ചു പോകും. ആ മട്ടിലാണ്. പൂക്കളില്ലാത്ത ഒരു ചെടി അവിടെ നട്ടിട്ടില്ല. എല്ലാ ചെടിയും പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. ആ സെമിത്തേരിയൊക്കെ നടന്ന് കണ്ടു. പിന്നെ വിശപ്പ് തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ ഒരു ബേക്കറി കയറി. റെസ്റ്റോറൻറ്റുകളിൽ രാവിലെ അധികം തുറന്നിട്ടില്ല, ബേക്കറികൾ തുറന്നിട്ടുണ്ട്. ഒരു ബേക്കറി കയറി ഞാൻ കുറച്ച് ലഘുഭക്ഷണവും ഒരു കോഫിയും ഒക്കെ വാങ്ങി അവിടെ ഇരുന്ന് തന്നെ അത് കഴിച്ചു. പിന്നെ ഞാൻ ഈ നദീതീരത്തേക്ക് ചെന്നു. ഈ നദീതീരത്തൂടെ ചെന്ന് കഴിഞ്ഞാൽ വേറൊരു കാഴ്ച ഇവിടെയുണ്ട്. പക്ഷേ അത് ഈ ടൂറിൽ ഞാൻ വന്നപ്പോൾ എനിക്കത് പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ പിന്നീട് എപ്പോഴേലും ഞാൻ വന്നാൽ അത് കാണാൻ പോകുമെന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം ഈ ബച്ചസ് ഗാർഡൻ എന്ന് പറയുന്നത് പഴയ രാജഭരണകാലത്തെ രാജാവിൻ്റെ ഒരു പ്രധാന സുഖവാസ കേന്ദ്രമായിരുന്നു. മാത്രമല്ല ഈ ബവേറിയ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ തന്നെ വലിയൊരു സാമ്പത്തിക പ്രദേശം ഇവിടെ ആയിരുന്നു. കാരണം ഇവിടെ ഉപ്പ് ഖനികളുണ്ട്. ഇവിടുത്തെ ആൽപ്സിൻ്റെ പർവ്വതത്തെ തുരന്ന് പർവ്വതത്തിനുള്ളിലേക്ക് ടണലുകളുണ്ടാക്കി പർവ്വതത്തിനുള്ളിൽ നിന്ന് ഉപ്പുപാറകൾ പൊട്ടിച്ചെടുത്ത് മധ്യ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഉപ്പ് ഇവിടെ നിന്നാണ് കയറ്റി അയച്ചുകൊണ്ടിരുന്നത്. കടൽ തീരത്ത് നിന്ന് ഉപ്പ് വറ്റിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അത്ര ഉപ്പ് വറ്റിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുള്ള കടൽ തീരങ്ങളും യൂറോപ്പ് പൊതുവെ കുറവാണ്. പക്ഷേ തീരത്ത് നിന്ന് ഇത്തരം ജർമ്മനിയൊക്കെ ഉള്ളിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ബവേറിയൊക്കെ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൻ്റെ മധ്യഭാഗമാണ്, ഉൾഭാഗമാണ്. അവിടേക്കൊക്കെ കടൽ തീരത്ത് നിന്ന് ഉപ്പ് കൊണ്ടുവരുന്നതിനേക്കാൾ എളുപ്പം ഈ ആൽപ്സിലെ ഈ പർവ്വതത്തിൽ നിന്ന് ഉപ്പ് വെട്ടിയെടുക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾ മുമ്പ് മുതൽ തന്നെ ഉപ്പ് ഖനനത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഈ ബച്ചസ് ഗാർഡൻ. അങ്ങനെയാണ് ഈ പ്രദേശം സമ്പന്നമായത്.
ഹിറ്റ്ലർ ജർമ്മനിയുടെ ഭരണാധികാരിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ഇവിടെ. അതുകൊണ്ട് വർഷത്തിൽ ഒരു തവണയെങ്കിലും ഹിറ്റ്ലർ ഈ ബച്ചസ് ഗാർഡനിൽ വരും, ബച്ചസ് ഗാർഡനിൽ താമസിക്കും. ഹിറ്റ്ലർ വരുന്ന സമയത്ത് ഗെസ്റ്റപ്പോയെ കൊണ്ട് ഇവിടെ എല്ലാം നിറയും. രഹസ്യ പോലീസാണ് ജർമ്മനിയുടെ ഗെസ്റ്റപ്പോ ഇവിടെയെല്ലാം നേരത്തെ തന്നെ വരും. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇയാൾ വരിക, ഹിറ്റ്ലർ വരിക. അപ്പോൾ അന്ന് കനത്ത സെക്യൂരിറ്റി ആയിരിക്കും. ആ ഹിറ്റ്ലർ വരുന്നത് വലിയൊരു ആഘോഷം പോലെയാണ്. അങ്ങനെ വന്ന് ഹിറ്റ്ലർ ഇവിടെ താമസിക്കും. അങ്ങനെ ഹിറ്റ്ലർക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലം എന്ന നിലയിൽ ഈ ബച്ചസ് ഗാർഡനിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് കയറിയ ഒരു കൊടുമുടിയുണ്ട്. ഈ കൊടുമുടിയുടെ മുകളിൽ ഒരു ഗസ്റ്റ് ഹൗസ്, ഒരു ടീ ഹൗസ് ഹിറ്റ്ലർക്ക് വേണ്ടി പണിയണം എന്ന് നാസി പാർട്ടി തീരുമാനിച്ചു. അങ്ങനെ അങ്ങ് കൊടുമുടിയുടെ മുകളിൽ ഒരു ചെറിയൊരു വീട്, ഒരു താമസയിടം പണിതു ഹിറ്റ്ലർക്ക് വന്ന് താമസിക്കാൻ. അതുപോലെ തന്നെ ഹിറ്റ്ലറുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി, ഹിറ്റ്ലറുടെ ഏറ്റവും അടുത്ത ആളുകളുമായി, ഹിറ്റ്ലറുടെ കാമുകി ഇവാ ബ്രൗണുമായി ഒക്കെ അദ്ദേഹത്തിന് വന്ന് താമസിക്കാനുള്ള ഒരു വീട്, ഹിറ്റ്ലേഴ്സ് ടീ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പേര് ഈഗിൾസ് നെസ്റ്റ് എന്നാണ്. ഇന്നത്തെ നമ്മുടെ ടൂറ് അവിടേക്കാണ്. അപ്പോൾ ഈ ബച്ചസ് ഗാർഡനിൽ 1 മണിക്കൂർ സമയം തന്നെങ്കിലും ഞങ്ങൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് നടന്ന് 1 മണിക്കൂറിനകം പെട്ടെന്ന് വന്ന് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ഈഗിൾസ് നെസ്റ്റിലേക്ക് പോകണം. അങ്ങനെ എല്ലാവരും വന്നു. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്രയായി. പിന്നെ പോകുന്ന അടുത്തൊരു സ്റ്റേഷൻ വരെ നമുക്ക് ഈ ബസ്സിൽ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അവിടുത്തെ പ്രാദേശിക ബസ്സിൽ വേണം കയറി പോകാൻ. അങ്ങനെ ബസ് ഓടി. പിന്നെ മലകയറ്റമാണ്. കൂടുതൽ മല കയറി നമ്മൾ ഒബർ സാൽസ്ബർഗ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് എത്തുന്നു. ഈ ഒബർ സാൽസ്ബർഗ് പണ്ടൊരു വലിയ പട്ടണമായിരുന്നു. ജർമ്മനി ഹിറ്റ്ലറുടെ കാലത്ത് അവിടെ പട്ടാള ബാരക്കുകളും സൈനിക കേന്ദ്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നൊരു പ്രദേശം. ധാരാളം വീടുകളുണ്ടായിരുന്നു. നല്ലൊരു ടൗൺഷിപ്പായിരുന്നു. പക്ഷേ പിന്നീട് 2ാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്കൻ സൈന്യം ബോംബ് ചെയ്ത് ആ പ്രദേശമെല്ലാം തകർത്തു. കാരണം ഇവിടെ ഹിറ്റ്ലർക്കൊരു കേന്ദ്രമുണ്ടെന്ന് ഇവർക്കൊക്കെ അറിയാമായിരുന്നു. ഹിറ്റ്ലർ രഹസ്യ ബങ്കറുകളിലായി കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലർ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലവും അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ബോംബിട്ട് തകർത്തപ്പോൾ ഈ ഒബർ സാൽസ്ബർഗ് പട്ടണവും തകർത്തു. ഇവിടെ ഉള്ള ഹിറ്റ്ലറുടെ സുഖവാസ കേന്ദ്രം ഈ ഒബർ സാൽസ്ബർഗിലാണെന്നാണ് അവർ കരുതിയത്. പക്ഷേ ഭാഗ്യവശാലോ അല്ലെങ്കിൽ അമേരിക്കക്കാരുടെ നിർഭാഗ്യവശാൽ ഈഗിൾസ് നെസ്റ്റിൻ്റെ മുകളിലുള്ള ആ വലിയ ഗസ്റ്റ് ഹൗസ് അവരുടെ കണ്ണിപ്പെട്ടില്ല, അത് തകർക്കപ്പെട്ടില്ല. അതിന്നും അവിടെ പഴയ മട്ടിലുണ്ട്. യുദ്ധാനന്തരം ഈ ഒബർ സാൽസ്ബർഗ് എന്ന് പറയുന്ന പ്രദേശത്ത് പിന്നീട് ടൂറിസവുമായി ബന്ധപ്പെട്ട പല കാഴ്ചകളും വന്നു, പല കേന്ദ്രങ്ങളും വന്നു. മ്യൂസിയങ്ങൾ, ധാരാളം ഹോട്ടലുകൾ, റിസോർട്ടുകളൊക്കെ വന്നു. ഇന്നവിടെ ഒരു ടൗണില്ല, പകരം ഒരു ടൂറിസം സെൻ്ററാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒബർ സാൽസ്ബർഗ്. ഒബർ സാൽസ്ബർഗിലെ ബസ് പാർക്കിങ്ങിൽ പോയിട്ട് വണ്ടി നിർത്തി. എന്നിട്ട് നമ്മുടെ ഗൈഡ് സ്ത്രീ പറഞ്ഞു, ഇവിടുന്ന് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ബസ്സിലല്ല, ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും ഇവിടുന്ന് ബസ് സർവീസുണ്ട്. ഇവരുടെ ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സാണ്. ആ ഒറ്റ ബസ് ഒരു ദിശയിലേക്ക് ഒരു വണ്ടിക്ക് മാത്രം പോകാൻ പറ്റുന്ന രീതിയിലാണ് റോഡ്. അതായത് ഒരു വണ്ടിക്ക് മാത്രമേ ഇനി മലമുകളിലേക്ക് ഈ ഈഗിൾസ് നെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു കൂറ്റനൊരു പർവ്വതമാണ്. ആ പർവ്വതത്തെ ചുറ്റി ഉള്ള ഒരു പാതയിലൂടെ കയറി വേണം ഈ പർവ്വതത്തിന് മുകളിൽ ചെല്ലാൻ. ആ മുകളിലേക്ക് ഒരൊറ്റ ബസ്സിന് പോകാവുന്ന വീതിയേ ഉള്ളൂ. കാരണം 1938 ഇത് പണിയുമ്പോൾ ഹിറ്റ്ലറുടെ കാറിന് പോകാൻ വേണ്ടി മാത്രം പണിതാണ്. അന്ന് ഈ റോഡ് ഈ അഗാധമായ ഗർത്തം ഒരു വശത്ത്, കുത്തനെയുള്ള പാറ ഒരു വശത്ത്, ഈ പാറയുടെ മുകളിലാണ്, കൂറ്റൻ പർവ്വതത്തിൻ്റെ മുകളിലാണ് ഈ ഗസ്റ്റ് ഹൗസ്, ഹിറ്റ്ലറുടെ താമസയിടം, ഹിറ്റ്ലറുടെ സ്വകാര്യ ബംഗ്ലാവ്. അപ്പോൾ അങ്ങോട്ട് ഈ പാറ പൊട്ടിച്ച് മനോഹരമായൊരു പാതയുണ്ടാക്കുമ്പോൾ ഒരു കാർ കടന്നു പോകേണ്ട ആവശ്യമുള്ളൂ. ഹിറ്റ്ലർക്ക് മാത്രം പോയാൽ മതി. ഹിറ്റ്ലർ പിന്നെ തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ടും വണ്ടി വേറെ എതിർദിശ വേണ്ടിയൊന്നും വരുന്നില്ല. പക്ഷേ ഈ പിന്നീട് ടൂറിസത്തിൻ്റെ ഒരു കേന്ദ്രമായപ്പോൾ മറ്റു വണ്ടികളെ എല്ലാം അനുവദിച്ചാൽ അങ്ങോട്ട് ഗതാഗതം തടസ്സപ്പെടുമെന്നുള്ള ബോധ്യമായപ്പോൾ ബസ് സർവീസ് തുടങ്ങി. ആ ബസ്സിൽ ഒരു ബസ് ഇവിടുന്ന് പുറപ്പെടുമ്പോൾ ഒരു ബസ് മുകളിൽ നിന്ന് താഴേക്കും വരും. ഇത് രണ്ടും കൂടെ മധ്യഭാഗത്ത് വെച്ച് ക്രോസ് ചെയ്യും. ഈ ക്രോസ് ചെയ്യുന്നിടത്ത് മാത്രം ഏതാണ്ട് ഒരു 50 മീറ്റർ നീളത്തിൽ 2 വണ്ടികൾക്ക് കടന്നു പോകാം, അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനുള്ള വീതിയുണ്ട്. ബാക്കി ഒരിടത്തും ഒരു വണ്ടി കൂടുതൽ പോകാൻ പറ്റില്ല. അങ്ങനെയാണ് ആ റോഡിൻ്റെ സിസ്റ്റം. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നമ്മളെല്ലാം പോകുന്നത് ഇത്ര നമ്പർ ബസ്സിലാണ്, അത് അടുത്ത 15 മിനിറ്റിനകം പുറപ്പെടും എന്ന് പറഞ്ഞ് ഈ സ്ത്രീ ഞങ്ങളെ നയിച്ചു. എന്നിട്ട് ഈ ബസ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മുകളിൽ പോയി തിരിച്ചു വരാൻ 2 മണിക്കൂർ സമയമുണ്ട്. 20 മിനിറ്റ് എടുക്കും അവിടെ ചെല്ലാൻ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ബസ് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു വലിയ ടണൽ കാണാം. മനോഹരമായൊരു ടണൽ മുഖമുണ്ട്. ആ ടണലിലൂടെ അകത്തേക്ക് ചെല്ലുമ്പോൾ കുറേ ദൂരം നടന്നു കഴിയുമ്പം ടണലിനകത്തൊരു ലിഫ്റ്റുണ്ട്. ആ ലിഫ്റ്റിന് അവിടെ ക്യൂ നിൽക്കേണ്ടി വരും. ലിഫ്റ്റിൽ കയറി നേരെ മുകളിലേക്ക് പാറയുടെ ഈ കൂറ്റൻ പർവ്വതത്തിൻ്റെ അകത്തേക്കാണ് ഈ തുരങ്കം പർവ്വതത്തിൻ്റെ നടുക്കെത്തിക്കഴിയുമ്പം അവിടെ നേരെ മുകളിലേക്ക് ഒരു ലിഫ്റ്റുണ്ട്. ആ ലിഫ്റ്റ് കയറി നിങ്ങൾ ചെല്ലുന്നത് ഈ ഹിറ്റ്ലറുടെ ഈ ഗസ്റ്റ് ഹൗസിൻ്റെ അകത്തേക്കാണ്.
അത് ആ പർവ്വതത്തിൻ്റെ മുകളിലാണ്, ഏറ്റവും കൊടുമുടിയുടെ മുകളിലാണ്. നിങ്ങൾക്ക് ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു ലോകത്തെത്തും. നിങ്ങൾക്ക് ഹിറ്റ്ലറുടെ ഗസ്റ്റ് ഹൗസ് കാണാം. അതിൽ നിന്നൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്, അവിടെ റെസ്റ്റോറൻറ്റുകളുണ്ട്, പുറത്ത് ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്, വ്യൂ പോയിൻറ്റുകളുണ്ട്. അതെല്ലാം 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് അവിടെ കാണാനുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് അവിടെ അവിടെ ലിഫ്റ്റ് ഇറങ്ങി താഴെ വന്നു കഴിയുമ്പം അടുത്ത ബസ് പുറപ്പെടും. ഓരോ 20 മിനിറ്റ് കൂടും ബസ്സുണ്ട്. അതിലേത് ബസ്സിലാണെന്ന് വെച്ചാൽ നിങ്ങൾ കയറുക. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് കറക്റ്റ് 2 മണിക്കൂറിനകം ഇവിടെ തിരിച്ചെത്തിയിരിക്കണം. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഇവർ ഞങ്ങളെ ബസ്സിൽ കയറ്റി വിട്ടു. ഞങ്ങൾ ബസ്സിൽ കയറി, ബസ് പുറപ്പെട്ടു. അതിമനോഹരമായ പാതയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വശത്ത് അഗാധമായ ഗർത്തം, കുഴി അങ്ങ് താഴേക്കാണ്. അപ്പോൾ ആ സൈഡിലിരിക്കുന്ന ആളുകൾക്ക്, ഞാൻ ആ സൈഡിലായിരുന്നേ അങ്ങോട്ട് കയറി പോകുമ്പോൾ, അപ്പോൾ അങ്ങ് താഴെ ആൽപ്സിൻ്റെ ചെരിവുകളാണ്, ആൽപ്സിലെ ഗ്രാമങ്ങളാണ്, പുൽമേടുകളാണ്, അങ്ങകലെ മഞ്ഞുറഞ്ഞ പർവ്വതമുടികളാണ്. അതിമനോഹരമായ വ്യൂ ആണ്. ആൽപ്സിലെ ഒരു കൊടുമുടിയിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇടുങ്ങിയ പാതയിലൂടെ, ഒരു ബസ്സിന് മാത്രം പോകാവുന്ന പാതയിലൂടെ ഇങ്ങനെ പോയി ഏതാണ്ട് ഒരു 20 മിനിറ്റ് യാത്ര ചെയ്ത് നമ്മൾ മുകളിലെത്തുകയാണ്. ഇടയ്ക്ക് വെച്ച് മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ബസ്സിനെ നമ്മൾ പാസ് ചെയ്തു. അവിടെ ബസ്സുകൾ വന്നിട്ട് അവർ നേരത്തെ എത്തിയാൽ, മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നവർ ആദ്യം എത്തിയാൽ അവരവിടെ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ താഴെ നിന്ന് കയറി ചെല്ലുന്നവനാണ് ആദ്യം അവിടെ എത്തുന്നതെങ്കിൽ അവനവിടെ വെയിറ്റ് ചെയ്യും. എതിർദിശ വരുന്നവൻ കടന്നു പോയിട്ടേ പിന്നെ മുമ്പോട്ട് പോവുള്ളൂ. അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മുകളിൽ ചെല്ലുന്നു. മുകളിൽ ചെന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ടണലിനകത്തേക്ക് കയറുന്നു. ടണലിനകത്തൂടെ നടക്കുന്നു. ടണലിനകത്ത് അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഒരു ലിഫ്റ്റ് കയറുന്നു. ലിഫ്റ്റ് കയറി നേരെ മുകളിൽ ചെല്ലുന്നു. മനോഹരമായ ഹിറ്റ്ലറുടെ ടീ ഹൗസ് അവിടെയായിരുന്നു ഹിറ്റ്ലർ താമസിച്ചിരുന്നത്. മുസോളിനി ഉൾപ്പെടെയുള്ള പല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹവുമായിട്ട് സംഭാഷണത്തിന്, അവധി ചെലവഴിക്കാൻ, ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യാൻ, യൂറോപ്പിൻ്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, എങ്ങനെ യൂറോപ്പിലൊരു വലിയ ശക്തിയായി മാറാം, ജർമ്മനി എന്ന സാമ്രാജ്യത്തെ യൂറോപ്പിൽ മുഴുവൻ എങ്ങനെ വളർത്താം, യൂറോപ്പ് മുഴുവൻ എങ്ങനെ സ്വന്തം കാൽക്കീഴിലേക്കാക്കാം, മൂന്നാം റീഹ് എന്നറിയപ്പെടുന്ന ജർമ്മൻ മൂന്നാം സാമ്രാജ്യം എങ്ങനെ സൃഷ്ടിക്കാം എന്നതൊക്കെ ചർച്ച ചെയ്ത് ചിന്തിച്ചത്, രൂപം കൊടുത്തത് ഹിറ്റ്ലർ ഇവിടെ വെച്ചായിരുന്നു. അപ്പോൾ ഹിറ്റ്ലറുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങളെടുത്തൊരു സ്ഥലം കൂടിയാണിത്. അതുപോലെ മുസോളിനിയെ പോലുള്ള അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തുക്കളെ സ്വീകരിച്ചിരുന്നത്, അവരുമായിട്ട് ഒന്നിച്ച് താമസിച്ചിരുന്നത് ഒക്കെ ഇവിടെയാണ്. അങ്ങനെ ചരിത്രം, യൂറോപ്പിൻ്റെ ഗതി മാറ്റി എഴുതിയ ഒരു സ്വേച്ഛാധിപതിയെ സൃഷ്ടിച്ച ഒരു സ്ഥലവും കൂടിയാണിത്. ഒരു ഏകാധിപതിയെ, ഒരു ഭീകര ഭരണാധികാരിയെ രൂപം കൊടുത്തൊരു സ്ഥലമാണ്. ചരിത്രം അറിയുന്നവർക്ക്, രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ചരിത്രം, ഹിറ്റ്ലറുടെ ചരിത്രം, നാസി ജർമ്മനിയുടെ ചരിത്രം ഒക്കെ അറിയുന്നവർക്ക് അതീവ രസകരമായ ചരിത്രത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണത്. അവിടുത്തെ പുറത്തെ കാഴ്ചകളിലൂടെ, അവിടുത്തെ ചെറിയ മലഞ്ചെരിവുകളിലൂടെ ഒക്കെ ഞാൻ സഞ്ചരിച്ചു, ഷൂട്ട് ചെയ്തു. തിരിച്ച് ബസ്സിൽ കയറി ഞങ്ങൾ താഴെ എത്തി, ഒബർസാൽസ്ബർഗിലെത്തി. അപ്പോൾ ബസ് വന്ന് നിൽക്കുന്നിടത്ത് തന്നെ നമ്മുടെ ഗൈഡ് നിൽക്കുന്നുണ്ട്. ഈ മടക്കയാത്ര തുടങ്ങുമ്പോഴത്തേക്കും 2 മണി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ വീണ്ടും ഇനി 3 മണിക്കൂർ യാത്രയുണ്ട് മ്യൂണിക്ക് നഗരത്തിലേക്ക്. മടക്കയാത്രയിൽ എൻ്റെ സഹയാത്രികർ പലരും നല്ല കൂർക്കം വലിച്ചുറങ്ങുകയാണ്. വൈകുന്നേരം ഒരു 5:30 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് മ്യൂണിക്ക് നഗരത്തിൽ തിരിച്ചെത്തി. വൈകിട്ട് വീണ്ടും ഞാൻ നഗരത്തിലെ കാഴ്ചകളിലേക്കൊക്കെ പോയി. നാളെ രാവിലെ ഞാൻ മ്യൂണിക്കിൽ നിന്ന് യാത്രയാകാണ്. പിറ്റേന്ന് രാവിലെ തന്നെ ഉണർന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാമെന്ന് പറഞ്ഞു. ബിനു താമസിക്കുന്നിടത്ത്, എൻ്റെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണല്ലോ റെയിൽവേ സ്റ്റേഷൻ, ഹോഫ്. അവിടെ ചെന്നു. ബിനു വന്നിട്ടുണ്ട്. എനിക്ക് ഇന്നിനി പോകേണ്ടത് ഓസ്ട്രിയയിലേക്കാണ്. ഓസ്ട്രിയയിലെ വിയന്നയിലേക്ക് പോകണം. അപ്പോൾ ഞാനൊരു ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. യൂറെയിൽ പാസ് എന്ന് പറയും. ഈ യൂറെയിൽ പാസ് കൊണ്ട് യൂറോപ്പിലൂടെ നമുക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. യൂറോപ്പിലെ ഏത് രാജ്യത്തിലൂടെയും ഏത് ട്രെയിനിൽ യാത്ര ചെയ്യാം. അത് 15 ദിവസത്തേത് 30 ദിവസത്തെയൊക്കെ പാസ്സുകളുണ്ട്. ഞാൻ 15 ദിവസത്തെ ഒരു പാസ്സാണ് എടുത്തിരിക്കുന്നത്. ആ പാസ് എടുത്താൽ ആ പാസ്സും കൊണ്ട് നമുക്ക് ഏത് സ്റ്റേഷനിൽ ചെന്ന് ഏത് ട്രെയിനിലും കയറി എങ്ങോട്ട് വേണമെങ്കിലും എത്ര തവണ ഈ 15 ദിവസത്തിനകം യാത്ര ചെയ്യാം. അതൊരു നല്ല സംവിധാനമാണ്. ആ യൂറെയിൽ പാസ് പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ രാത്രിയിൽ യാത്ര ചെയ്യുകയും നിങ്ങൾക്ക് ബർത്തും വേണ്ടതാണെങ്കിൽ നിങ്ങൾ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ബുക്ക് ചെയ്യണം, സീറ്റ് റിസർവ് ചെയ്യണം. 8:25 എനിക്ക് വിയന്നയിലേക്ക് പോകുന്ന ട്രെയിനുള്ളത്. വിയന്നയിലേക്ക് പോകുന്ന ട്രെയിനിൽ എനിക്ക് സാൽസ്ബർഗ് എന്ന് പറയുന്ന പട്ടണത്തിൽ ഇറങ്ങണം. ഞാൻ നേരിട്ട് വിയന്നയ്ക്ക് പോകല്ല. ഒരു 11 മണി കഴിയുമ്പോഴത്തേക്കും, 8:25 ഇവിടുന്ന് പുറപ്പെടുന്ന ട്രെയിന് ഒരു 11 മണി കഴിയുമ്പോഴത്തേക്കും സാൽസ്ബർഗിലെത്തും. അവിടെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വൈകിട്ട് സാൽസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പിടിച്ച് വേണം എനിക്ക് വിയന്നയ്ക്ക് പോകാൻ. ഞാൻ 8:25 ട്രെയിൻ കണ്ടുപിടിച്ചു. അതിൽ ചെന്ന് കയറി. ഈ യൂറെയിൽ പാസ് എടുക്കുമ്പോൾ അന്ന് ഞാൻ ഈ ബുക്ക് ചെയ്ത സമയത്ത് ഫസ്റ്റ് ക്ലാസ് മാത്രമേ യൂറെയിൽ പാസ് കിട്ടുമായിരുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ എനിക്ക് കയറാം. ഞാൻ ചെന്ന് ഫസ്റ്റ് ക്ലാസ് കോച്ച് കയറി. നല്ല ഗംഭീര ഫെസിലിറ്റികൾ, പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ല നമുക്ക്. അന്നൊക്കെ ഞാൻ യാത്ര ചെയ്യുന്നതിൽ ഏറ്റവും മികച്ച ട്രെയിൻ സംവിധാനങ്ങളാണ്, ഏറ്റവും ഗംഭീരമായ സൗകര്യങ്ങൾ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഫെസിലിറ്റികൾ,
വൃത്തി, മനോഹാരിത, പെർഫെക്ഷൻ, ഇതൊക്കെയാണ്. അതിൽ ഇരുന്നു. ബിനു യാത്ര പറഞ്ഞു ഇറങ്ങിപ്പോയി. എൻ്റെ സീറ്റൊക്കെ കാണിച്ചെന്ന് ഇരുത്തിയിട്ട് ബിനു പോയി. ഇനി ബിനുവിനെ ഈ യാത്രയിൽ നമ്മൾ കാണുന്നില്ല. ട്രെയിൻ പുറപ്പെട്ടു. ജർമ്മനിയുടെ മറ്റു ഭൂപ്രദേശങ്ങൾ കണ്ടുകൊണ്ട്, മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്ര. അങ്ങനെ ഓടി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓസ്ട്രിയയിലേക്ക് കയറും. ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മണ്ണിലേക്ക് കയറും. ഇവിടെയൊന്നും നമ്മൾ ഒരു രാജ്യം കഴിഞ്ഞ് അടുത്ത രാജ്യത്ത് കയറിയത് അറിയുന്നേയില്ല. ഭൂപ്രകൃതിയും വീടുകളുടെ സ്വഭാവവും അവിടെ കൃഷിയിടങ്ങളുടെ രീതിയും എല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഓരോ ഗ്രാമത്തിൻ്റെയും രൂപഭാവങ്ങൾ പോലും ഏതാണ്ട് ജർമ്മനിയിലെയും ഓസ്ട്രിയയിലേക്കും ഏതാണ്ട് ഒരുപോലെയാണ്. മാത്രമല്ല, ഈ ഓസ്ട്രിയയും ജർമ്മനിയും ഒക്കെ ജർമ്മൻ ഭാഷ സംസാരിക്കുന്നവരുടെ നാടാണ്. ഏതാണ്ട് ഒരേ സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ളവരാണ്. ഹിറ്റ്ലറുടെ ഭാഷയിൽ പറഞ്ഞാൽ ആര്യരക്തം ഇങ്ങനെ തിളച്ച് മറിയുന്ന ആളുകൾ. അങ്ങനെ ഓസ്ട്രിയയുടെ മണ്ണിലൂടെ കുറേ ദൂരം ഓടി ഏതാണ്ട് ഒരു 11 മണിയായപ്പോഴത്തേക്കും നമ്മൾ സാൽസ്ബർഗ് എന്ന് പറയുന്ന പട്ടണത്തിലെത്തി. സാൽസ്ബർഗ് ഓസ്ട്രിയയുടെ സാംസ്കാരിക നഗരമാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള, ചരിത്രമുള്ള, സംസ്കാരമുള്ള, സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും കലകളുടെയും ഒരു നാടാണ്. പല ഫിലിം ഫെസ്റ്റിവലുകളും നടക്കുന്നൊരു സ്ഥലമാണ് സാൽസ്ബർഗ് ഫിലിം ഫെസ്റ്റിവലൊക്കെ പോലുള്ള ഗംഭീരമായ പരിപാടികൾ, സാംസ്കാരിക പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലം. അവിടുത്തെ സ്റ്റേഷനിൽ പോയി വണ്ടി നിന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇനി എങ്ങോട്ട് പോകണം എനിക്കറിയില്ല. മിക്കവാറും എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെയും അകത്തോ അതിന് മുമ്പിൽ പുറത്തോ ആയിട്ട് ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ടാവും. അത് തപ്പിപ്പിടിക്കണം. നമ്മൾ യൂറോപ്പിലൂടെയോ മറ്റ് രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ വികസിത നാടുകളാണെങ്കിൽ എല്ലായിടത്തും ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ടാവുമായിരുന്നു അന്ന്. ഇപ്പോൾ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ പോലും ആവശ്യമില്ല. നമുക്കറിയാം, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് എങ്ങനെ എങ്ങോട്ട് പോകണമെന്നും ഏതൊക്കെ സ്ഥലങ്ങളെന്നൊക്കെ ഗൂഗിൾ മാപ്പും ഗൂഗിളും ഒക്കെ കാണിച്ചു തരും. അതൊന്നും ഇല്ലാത്ത കാലത്ത് ഈ ഇൻഫർമേഷൻ സെൻറ്ററിൽ ചെന്നിട്ടാണ് നമ്മൾ നഗരത്തെക്കുറിച്ച് അറിയുന്നത്. എന്ത് കാര്യങ്ങളും കുറിച്ച് ചോദിക്കാൻ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അന്ന്. ഞാൻ ഇൻഫർമേഷൻ സെൻറ്ററിൽ ചെന്നിട്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ട ക്യൂ ആണ്. കുറേ ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പം ഈ ട്രെയിനിലും അതിനു മുമ്പ് വന്നവരൊക്കെ ഉണ്ടെന്ന് തോന്നി. ഒരു അരമണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു എനിക്ക് അടുത്തെത്താൻ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ പ്രധാന കാസിൽ കാണണം, അതുപോലെ തന്നെ മൊസാർട്ടിൻ്റെ വീട് കാണണം. അപ്പോൾ ഇവരൊരു മാപ്പിംഗ് എടുത്തു. അവിടെ കുറേ മാപ്പിംഗ് ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് അടുക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു മാപ്പ് എടുക്കുന്നു, എന്നിട്ട് പറയുന്നു, ഒരു വട്ടം വരച്ചു, ഇതിപ്പോൾ നിങ്ങൾ ഇവിടെയാണ്. ഈ സ്ട്രീറ്റ് കൂടെ ഇങ്ങനെ നടന്നാൽ നിങ്ങൾ മിറവൽ പാലസിലെത്തും. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നാൽ കത്തീഡ്രലിലെത്തും. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നാൽ സാൽസാഷ് നദിയുടെ തീരത്തെത്തും. സാൽസാഷ് നദി കുറുകെയുള്ള ഈ പാലം കടന്ന് ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾഡ് സിറ്റിയിലെത്തും. ഓൾഡ് സിറ്റിയിലെ രണ്ടാമത്തെ സ്ട്രീറ്റ് കൂടി ഇങ്ങോട്ട് നടന്നാൽ ഇവിടെ മൊസാർട്ടിൻ്റെ വീടാണ്. അവിടുന്ന് മുമ്പോട്ട് നടന്നാൽ നിങ്ങൾ ഇന്നടത്തെത്തും. അവിടുന്ന് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഫണിക്കുലർ ട്രാം സ്റ്റേഷനിലെത്തും. അവിടുന്ന് ഫണിക്കുലർ ട്രാമിൽ കയറിയാൽ നിങ്ങൾ മുകളിലെ കോട്ട കാസിലെത്തും. അവിടുന്ന് തിരിച്ചിങ്ങനെ വരാം. ഇങ്ങനെ നടന്നോളാൻ പറ്റും. ഈ 3 മിനിറ്റ് കൊണ്ട് ഇവർ ഇത്രയും കുറേ വരയും വട്ടവും വരച്ച് തന്നിട്ട് ഈ മാപ്പിംഗ് തന്നു. ഇനി ഇത് വെച്ചാണ് ഞാൻ ഈ നഗരത്തെ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഞാൻ ഈ മാപ്പും വാങ്ങി പുറത്തേക്ക് പോകണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, പുറത്ത് ഭീകരൻ്റെ ഒരു ഭാണ്ഡമുണ്ട്. ഈ ഭാണ്ഡവുമായിട്ട് വേണം നടക്കാൻ. അത് പറ്റില്ല. ഇന്നത്തെ ദിവസം മുഴുവൻ നടക്കേണ്ടതാണ്. തന്നെയല്ല, നല്ല വെയിലായി കഴിഞ്ഞു. ഇവിടെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഒരു ക്ലോക്ക് റൂം ഉണ്ടാവും. ഞാൻ ഇവിടുത്തെ ക്ലോക്ക് റൂം അന്വേഷിച്ച് നടന്നു. ഒടുവിൽ കണ്ടുപിടിച്ചു. ഒരു ബാഗ് കയറുന്ന തരത്തിലുള്ള പെട്ടികളാണ്, കള്ളികളാണ്, പല കള്ളികൾ. ഇതിനെല്ലാം ഒരു ഡോറുണ്ട്. അപ്പോൾ ഈ ഡോറ് തുറന്ന് നമ്മൾ ബാഗ് ഇതിനകത്ത് വെച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ തന്നെ ലോക്കാവും. അപ്പോൾ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന്. അത് വായിച്ചപ്പോൾ ഇങ്ങനെയാണ് സംഭവം മനസ്സിലാക്കിയത്. ബാഗ് അതിനകത്ത് വെച്ചിട്ട് വാതിലടച്ച് കഴിയുമ്പോൾ തന്നെ ലോക്കാവും. ഇത്ര ലോക്ക് ചെയ്യാൻ നിങ്ങൾ പൈസയൊന്നും മുടക്കണ്ട. പക്ഷേ ഇനി ബാഗ് എടുക്കണ കാശ് മുടക്കണം. അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം. അപ്പോൾ അവിടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്. അതിൽ പോയി നമ്മൾ ഈ ബാഗ് വെച്ച കള്ളി, അതിനൊരു നമ്പറുണ്ട്. ആ നമ്പർ പ്രസ് ചെയ്തിട്ട് നമ്മൾ അതിനുള്ള പൈസ യൂറോ ആ ഒരു സ്ലോട്ടിലൂടെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു സ്ലിപ്പ്, ഒരു കാർഡ് കിട്ടും. ഈ കാർഡ് കൊണ്ട് നമുക്ക് പോകാം. തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ കാർഡിലെ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പെട്ടി തുറന്ന് നമുക്ക് ബാഗ് എടുത്തുകൊണ്ട് പോകാം. ഇതാണ് സിസ്റ്റം. സിമ്പിളാണ് കാര്യം. ഞാൻ ഈ പണിയൊക്കെ ചെയ്ത് കാർഡും എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനി സാൽസ്ബർഗിൻ്റെ ഗംഭീരമായ കാഴ്ചകളിലേക്കാണ്. ലോകപ്രശസ്തനായ സംഗീതജ്ഞൻ മൊസാർട്ട്, ആ മനുഷ്യൻ ജനിച്ച വീട് കാണണം. വെറും 35 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയും 700-ലധികം സംഗീത കോമ്പോസിഷനുകൾ നടത്തി ലോകത്തെ വിസ്മയിപ്പിക്കുകയും ചെയ്ത മൊസാർട്ട് താമസിച്ച വീട് കാണണം. ഒപ്പം സ്വപ്നക്കൂടെന്ന് പറയുന്ന മലയാളത്തിൽ ഇറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുണ്ടല്ലോ, ആ സിനിമയുടെ പല ലൊക്കേഷനും ഈ സാൽസ്ബർഗിലായിരുന്നു. കറുപ്പിനഴക്, വെളുപ്പിനഴക് എന്നൊക്കെ പറഞ്ഞ ആ പാട്ടുൾപ്പെടെ നിരവധി രംഗങ്ങൾ ചിത്രീകരിച്ചത് അവിടെയാണ്. അങ്ങനെ ചരിത്രമുള്ള നിരവധി ഹോളിവുഡ് സിനിമകളിൽ, നിരവധി ബോളിവുഡ് സിനിമകളിൽ, നിരവധി മലയാള സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള സാൽസ്ബർഗിൻ്റെ ഗംഭീരമായ കാഴ്ചകളിലേക്ക് ഞാൻ ക്യാമറയുമായിട്ട് ഇറങ്ങി.
പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.